ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു ഗ്രോസറി പർച്ചേസും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതേപോലെ തന്നെ പുതിയത് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഗ്രോസറി പർച്ചേസിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ലിസ്റ്റ്. അപ്പോൾ അത് വേഗം ചെയ്തു വെക്കും. എന്നിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് തീർന്നത്, എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. വേസ്റ്റ് കളയാൻ പോകുമ്പോൾ അതിൻ്റെ വണ്ടി വന്നിട്ട് വേസ്റ്റ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബ്ബയില്ല. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് പിന്നെ അതെല്ലാം കിട്ടിയതിന് ശേഷം വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പോവില്ല. ഇന്ന് നമ്മൾ കാര്യമായിട്ട് പോകുന്നത് നെസ്റ്റോയിലാണ്. നെസ്റ്റോയിൽ നല്ല ഓഫേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 20th ആനിവേഴ്സറിയോ തോന്നുന്നു അങ്ങനെ ഉണ്ടായിട്ട് നല്ല ഓഫേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് വിടുന്നത്. കുറച്ചധികം തന്നെ ഇപ്രാവശ്യം സാധനം വാങ്ങിക്കാനുണ്ടായിന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സാധനമൊന്നും പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിട്ടില്ല, ടൈമും അങ്ങനെ എന്തെങ്കിലും ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യമാണ് കാര്യമായിട്ട് വാങ്ങിക്കാനുള്ളത്. ഇപ്പം ക്ലൈമറ്റ് ഇവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഗ്ലാസ്സൊക്കെ തുറന്നുകൊണ്ട് ഫസ്റ്റ് മോള് കാച്ചലും കൊള്ളുന്ന അന്നേരം എമിനു പറഞ്ഞ് എനിക്കും വേണമെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും നല്ല അടിയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ ഒരുവിധം ഒപ്പിച്ചിട്ട് പിന്നെ നമ്മളിതാ നെസ്റ്റോയിലെത്തി. ഫസ്റ്റ് തന്നെ ഡ്രൈഡ് കിസ്മിസില്ലേ അതെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രെഡ് നോക്കിയിട്ട് വാങ്ങിക്കല. അധികം ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കളയല. എന്നാലും ഇത് പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ഈ ബ്രെഡ് വാങ്ങിക്കൽ മസ്റ്റാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം പിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കുറച്ചാണ്. വെയിറ്റ് അധികമായിട്ട് ലഗേജ് അധികമായിട്ട് നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിക്കിളെല്ലാം ഇനി ഇവിടുന്ന് ഉണ്ടാക്കാല്ലേ എന്നുള്ള രീതിയിൽ ഇന്ന് അതിൻ്റെ കൂടി സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. 2 ടൈപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്, ഗാർലിക്കിൻ്റെതും അതേപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള പിക്കിളുണ്ടല്ലോ അതെല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ നെസ്റ്റോൻ്റെ ഓഫേഴ്സിൻ്റെ പറയുന്ന വീഡിയോസ് ഉണ്ടാവുമല്ലോ, അത് എടുത്തുകൊണ്ട് നിൽക്കില്ല. അതിൻ്റേതാ ഇത് ഫിഷിൻ്റെ എന്തോ ഓരോ വീക്കിൽ അവർ ഓരോ രീതിയിലാണ് പ്രമോഷന് ഇടാം. എങ്ങനെ ഇപ്പോൾ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഫിഷിൻ്റെ രീതിയിൽ അങ്ങനെയൊക്കെ ഫ്രഷ് ഫിഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യത്തിനുള്ളത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്ന് എടുക്കലാന്ന്. നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി പർച്ചേസിന് പോവൽ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇപ്രാവശ്യം വ്യാഴാഴ്ച പോകണ്ട, സാധനമൊക്കെ ഏകദേശം തീർന്നുകൊണ്ട് ബുധനാഴ്ച പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ആരും തിരക്കൊന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്, ബുധനാഴ്ച അല്ലേ. പക്ഷേ നല്ല റഷായിരുന്നു. എന്താ പറയുക, വെജിറ്റബിളിൻ്റെ സെക്ഷനിൽ നമുക്ക് അടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല, അത്രയ്ക്ക് ആളുണ്ടായിന്. മക്കൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ പനി വന്നിട്ട് ഒന്ന് സുഖമായിട്ട് വരുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ മോനിക്കും മോൾക്കും ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലാണ്ട് അവർ നമ്മൾ വിടുകയില്ല. അപ്പോൾ ഒരു രണ്ടാളും കരണിച്ച് ഓർക്കുള്ള ജ്യൂസ് എടുത്ത് കൊടുക്കല. പിന്നെ ഫൈസൽക്ക് വെജീസിൻ്റെ എല്ലാം വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞാനും മോനും കൂടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ഫൈസൽക്കില്ലല്ലോ. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കലെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ല് ചെയ്തതിന് ശേഷം നമ്മളിതാ വണ്ടി കയറി. വണ്ടിയിൽ നിന്ന് ഞാൻ ഈ ഒരു കടല വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ റൂമിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ റൂം മൊത്തം കച്ചറയാവും, ഫുൾ ഓയിൽ സ്പ്രെഡായി അങ്ങനെ. അപ്പോൾ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് തിന്നലാന്ന്. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഫിഷ് മാർക്കറ്റിലാണ്. ഫിഷെല്ലാം വാങ്ങിക്കണം. നമ്മളങ്ങനെ റൂമിൽ നിന്ന് മീൻ വാങ്ങിക്കില്ല. മീൻ പറ്റ കുറവാണ് വാങ്ങിക്കൽ. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ മാത്രമേ കഴിക്കൂ. ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരും കഴിക്കില്ല. വേറെ ആരും എന്ന് പറയാൻ ഫൈസൽക്ക് ഒരു കഴിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തേന്ന് അറിയില്ല, ഫൈസൽക്ക് ഇങ്ങോട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായത്. നമുക്ക് മീനെല്ലാം വാങ്ങിക്കാമല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ നോർമലി ദമാമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കലുണ്ടായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു മാർക്കറ്റിൽ. അപ്പോൾ കയറിയ പാട് ഫസ്റ്റ് തന്നെ ഈ ഒരു മലയാളിൻ്റെ ഷോപ്പ് കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ സാധനമെല്ലാം മീനെല്ലാം വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈം ഞാൻ പുറത്തിറങ്ങിയതാണ്. മോള് ഫുൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിച്ചാടി കളിക്കുന്നു മീനിൻ്റെ വെള്ളത്തിൽ. അപ്പോൾ പിന്നെ ഓളൊന്ന് സൈഡാക്കല്ലേന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളതാണ്.
എന്നിട്ട് അവരെ കളി എന്ന് പറയുന്നുള്ളത് പൂച്ചനെ പേടിപ്പിക്കലും പൂച്ചക്ക് പാട്ട് പാടി കൊടുക്കലും ഓരോ കളിയൊന്നും പറയണ്ട, ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട്, പിന്നെ വിചാരിച്ച് വേണ്ട, എങ്ങനെയാണ് നമുക്ക് കോമഡി ഉള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ മീനെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ ഈ രാത്രിക്ക് കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുള്ളൂ, ഒന്നും അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിക്ക് പോയിട്ടില്ല, നമ്മളടുത്ത് തന്നെ സൽക്കാരിന്ന് അതും വാങ്ങിച്ച് നേരെ റൂമിലെത്തി. ഇനിയുള്ള ചടങ്ങ് ഇത് ഫുൾ എടുത്ത് വെക്കൽ, പ്രോപ്പറായിട്ട് എല്ലാം എടുത്ത് വെക്കലോ കണ്ടെയ്നേഴ്സിൽ വെക്കലോ അങ്ങനെയൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഇങ്ങനെ അടുക്കി ഒതുക്കി വെക്കും, പക്ഷേ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. എന്താ പറയുക, ബോട്ടിലോ അങ്ങനെയൊന്നും ആയിട്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അതെല്ലാം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ എന്നിട്ട് ട്രെൻഡോ എന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ വന്നിട്ട് വേണം ഒന്ന് മൊത്തത്തിൽ കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അടിപൊളിയിലാക്കാൻ. ഈ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് സാധനം എടുത്ത് വെക്കൽ എന്ന് പറയുന്നുള്ളത് ഭയങ്കര ഇടങ്ങേറ് പിടിച്ച കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒന്നിച്ച് വീഡിയോ കൂടി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം എൻ്റെ മക്കൾ രണ്ടും എൻ്റെ ബാക്കിൽ തന്നെ കൂടും. വീഡിയോൻ്റെ ഇടയിലൊക്കെ കുറേ അവരെ ഷോട്ട് ഉണ്ട്, അപ്പോൾ അതെല്ലാം നോക്കി നോക്കി ഞാൻ എഡിറ്റ് ചെയ്യല. അവരോരോ എന്താ പറയുക, ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് ഓരോ കളി കളിക്കുന്നത്. എമിന് കളിക്കുന്ന പോലെ തന്നെ അമാലത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അമാലും കളിക്കും, അങ്ങനെയുള്ള. പിന്നെ മുട്ട വാങ്ങിച്ച് നോക്കുമ്പോഴേക്ക് അതിൽ കുറേ എണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എങ്ങനെ പൊട്ടിയെന്നും അറിയില്ല, ഇനി നോക്കി വാങ്ങിക്കായിട്ടായിരിക്കും. അങ്ങനെ ഇതാ ഓരോ സാധനമായിട്ട് എടുത്ത് വെക്കല. ഇപ്രാവശ്യം ഒരുപാടുണ്ട്, ഞാൻ പിക്കിലും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് വെജീസ് എല്ലാം കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് വെജീസ് എല്ലാം നല്ലോണം ഇൻക്ലൂഡ് ചെയ്യണം നമ്മൾ ഫുഡിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം തന്നെ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ മാത്രമേ എടുത്ത് വെക്കാനുള്ളൂ. അപ്പം ഞാൻ മീൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യല് പിന്നെ തൈരിൻ്റെ ബോട്ടിലാണ്. ഇതാവുമ്പം നല്ല ക്വാളിറ്റി ഇല്ല, നല്ല ഉറപ്പുള്ള ബോട്ടിലാണ് തൈരിൻ്റെ വരുന്നത്. ഇത് ബാക്കിയുള്ള ഇനി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരതി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ബോട്ടിലെല്ലാം മീനും കോയും അങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുന്ന സാധനങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ യൂസ് ചെയ്യൽ. പിന്നെ കളയാനും തോന്നില്ല, കുറച്ച് നല്ല ബോട്ടിലായതുകൊണ്ട് തന്നെ. അങ്ങനെ മീനെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കില്ല. വലിയ സ്മെല്ലൊന്നും ഉണ്ടായിട്ടില്ല, അത്ര പാടൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ ഇനി ഫുഡ് കഴിക്കല. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറി സോസേജ് നമ്മൾ ചിക്കൻ മുളകിട്ട് വെക്കുമല്ലോ, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത് പൊറോട്ടയും മക്കൾക്ക് നൂൽപുട്ടും പിന്നെ അതേപോലെ തന്നെ പത്തിലിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. മൂക്ക് നൂൽപുട്ടും ഇഷ്ടമല്ല, അതേപോലെ തന്നെ ഈ പുളിയുള്ള ഐറ്റംസ് അതായത് ദോശ വെള്ളയപ്പം അങ്ങനത്തെ ഒന്നും മൂക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ പത്തിലില്ലാത്തതുകൊണ്ട് വെള്ളയപ്പം വാങ്ങിച്ചിട്ടുണ്ടായത്. ഓളാകെ 2 പ്രാവശ്യം വാങ്ങിച്ചിട്ട് പിന്നെ തിന്നില്ല, എന്താണെന്നറിയില്ല, ഓൾക്ക് അങ്ങനത്തെ ഫുഡ് വലിയ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കുറച്ച് ഇന്ന് ഒരുപാട് പാത്രമൊന്നും കഴുകാനുണ്ടായിട്ടില്ല, അത് നമ്മൾ തിന്ന പ്ലേറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടാൽ പിന്നെ ഫൈസൽ ഖാൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടായിന്. ഞാൻ എല്ലാ ആഴ്ചയും ശനിയാഴ്ച മൊത്തത്തിൽ അയൺ ചെയ്ത് വെക്കൽ. ഇപ്രാവശ്യം ശനിയാഴ്ച അയൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി ഇതിന് വേണ്ടി കറങ്ങേണ്ടതായിപ്പോയി. അങ്ങനെ പിന്നെ വേഗം ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.